കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അങ്കൂർ വാരിക്കു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും വർക്കായിട്ടുള്ള ഒരു ടിപ്പ് പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതിൽ കമൻറ്റ് ചെയ്തിരുന്നു, തിങ്കിങ് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ്. അതിനൊരു 60ഓളം ലൈക്കും കിട്ടിയിരുന്നു. ഒരു വഴക്കുണ്ടാവുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളാണ് അവിടുത്തെ വിക്ടിം എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം എന്നൊക്കെ എല്ലാവരും നമ്മളോട് ഉപദേശിക്കുമെങ്കിലും അത് ആ ഒരു സമയത്ത്, ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ തലയിലോട്ട് വരത്തില്ല. അതിനൊരു കാരണം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. കാരണം നമ്മൾ ആ സമയത്ത് ഒരു ഫൈറ്റ് മോഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തെ ന്യായങ്ങൾ നിരത്തുന്നതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മറ്റേ ആളുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കാൻ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്ത് നോക്കുക. ആ ആൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്, ആളുടെ ശരി എന്താണ്, ആളുടെ തെറ്റെന്താണ്, ആൾ വളർന്നു വന്ന സാഹചര്യം എന്താണ്. അങ്ങനെ ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേഗം അവരോട് ക്ഷമിക്കാനും അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. വേഗം ആ വഴക്ക് സോൾവ് ആക്കാനും നമുക്ക് പറ്റും. ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് വഴക്കുകൾ ഇടുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്വാളിറ്റിയാണിത്. വഴക്കിട്ട് കഴിഞ്ഞാൽ ആൾ കുറച്ച് നേരം ഒരു സ്പേസ് എടുക്കും. ആ സമയത്ത് ആൾ എന്നെപ്പറ്റി ചിന്തിക്കും, എൻ്റെ ഭാഗം ചിന്തിക്കും, എന്നിട്ട് തിരിച്ച് വന്നിട്ട് സോറി പറയും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അത് എൻ്റെ കഴിവാണ്, എൻ്റെ ഭാഗത്താണ് ശരി, അതുകൊണ്ടാണെന്ന്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ല. അതുകൊണ്ട് ഞാൻ ആളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ വഴക്കുകൾ 5 മിനിറ്റ് താഴ്സേ ഉള്ളൂ. ഞങ്ങളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കും. തിരിച്ചു വന്ന് 2 പേരും സോറി പറയും. വഴക്ക് സോൾവ് ആവും. സോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.